പുഷ്പരാജ് ഒന്നും പറയാനില്ല. ഇന്ത്യൻ സിനിമയിലെ ചരിത്രകാല റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പ 2. റിലീസായി 2ാം വാരം പൂർത്തിയാകുമ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചിത്രം. ബോക്സ് ഓഫീസിൽ നിന്ന് 1500 കോടിക്ക് മുകളിലാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും വേഗത്തിൽ ഈ കളക്ഷനിലെത്തുന്ന ആദ്യ സിനിമ കൂടിയാണ് പുഷ്പ 2. ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ് പുഷ്പ 2 ഉള്ളത്. ഹിന്ദി വേർഷനിൽ നിന്നു മാത്രം ചിത്രം 600 കോടിയാണ് സ്വന്തമാക്കിയത്. പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നതും ഹിന്ദി പതിപ്പിൽ നിന്നാണ്. 293 കോടിക്ക് മുകളിലാണ് പുഷ്പയുടെ തെലുങ്ക് വേർഷന്റെ ആകെ കളക്ഷൻ. പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ 350 കോടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത്. ഈ തുക 2 ദിവസം കൊണ്ട് തന്നെ പുഷ്പ 2 മറികടന്നിരുന്നു. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രങ്ങളുടെ പട്ടികയും പുറത്തു വന്നിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്ലു അർജുന്റെ ചിത്രം പുഷ്പ 2 തന്നെയാണ് ഈ വർഷം ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ഇന്ത്യൻ ചിത്രവും. ഏകദേശം 10 ലക്ഷം സോളോ വ്യൂവേഴ്സാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നാണ് ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 3 2, സിംഗം അഗൈൻ, ഭൂൽഭുലയ്യ 3 തുടങ്ങിയ ബോളിവുഡ് സിനിമകളെയും കൽക്കി, മഞ്ഞുമൽ ബോയ്സ്, അമരൻ തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളെയും മറികടന്നാണ് പുഷ്പ ഈ നേട്ടം സ്വന്തമാക്കിയത്. 2000 കോടിക്ക് മുകളിൽ നേടിയ ആമിർ ഖാൻ ചിത്രം ദംഗലും SS രാജമൌലി ചിത്രമായ ബാഹുബലി 2ാം ഭാഗവുമാണ് ഇനി പുഷ്പയ്ക്ക് മുന്നിലുള്ള സിനിമകൾ. ഇതേ കളക്ഷൻ തുടർന്നാൽ വൈകാതെ തന്നെ പുഷ്പ 2 2000 കോടി ക്ലബിൽ എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.